നമസ്കാരം. എല്ലാവർക്കും റംദാൻ ആശംസകൾ. റംദാൻ ഒരു സ്പിരിച്വൽ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ ഈ റിലീജിയസ് ഫാസ്റ്റിങ്ങിനെ എങ്ങനെ നമുക്കൊരു ഹെൽത്തി ഫാസ്റ്റിംഗ് ആക്കി മാറ്റിയെടുക്കാം? കാരണം എൻ്റെ ഒ പിയിൽ റംദാൻ കഴിഞ്ഞിട്ട് പലരും വയറിൻ്റെ അസുഖങ്ങളുമായിട്ട് ഒത്തിരി പേരെന്നെ കാണാൻ വരാറുണ്ട്. അവർക്ക് വയറുവേദനയാണ്, ഗ്യാസ് ട്രബിളാണ്, ആസിഡ് റിഫ്ലക്സ് വന്നു, അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ബ്രേക്ക് ചെയ്യുന്ന രീതി, എണ്ണപ്പലഹാരങ്ങൾ, വറപൊരി ഇതൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് റംദാനിന് നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അതൊരു ഹെൽത്തി ഫാസ്റ്റിംഗ് ആക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഖില വിനോദ്, നാച്ചുറോപ്പതി ഡോക്ടർ, യോഗ തെറാപ്പിസ്റ്റ്, പാലാരിവട്ടം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റംദാനിൻ്റെ ആ ഒരു പ്രെയർ ടൈമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫാസ്റ്റിങ് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സമയം, അതായത് എനിക്ക് തോന്നുന്നു വൈകുന്നേരം 6 മണി ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മളുടെ ഒരു ഫാസ്റ്റൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്. ആ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വയറ് ഇത്രയും നേരം വളരെ എല്ലാം നിന്ന് ആബ്സെൻ്റായിട്ട് എംറ്റി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഫുഡാണോ ഇട്ട് കൊടുക്കുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്ലാമിൽ തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴവും അതുപോലെ തന്നെ സംഭാരം അല്ലെങ്കിൽ ഇളനീര് വച്ചിട്ടാണ് ഇതിൻ്റെ ശരിയായ ഒരു ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ റംദാൻ വന്നിരിക്കുന്ന ഒരു മാർച്ച് മാസത്തിലായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുള്ളൊരു സമയമാണ്. അപ്പം നമുക്ക് ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഈന്തപ്പഴം കുറച്ച് ചൂടാണ്. അപ്പം നമ്മളുടെ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. പക്ഷെ അതിൻ്റെ കൂടെ ക്യുക്കുംബർ, അതായത് നമ്മൾക്ക് കഴിക്കുന്ന നമ്മുടെ വെള്ളിരിക്ക, അങ്ങനത്തെ ആ ഒരു ഇത് വച്ചിട്ട് നമുക്കതിനെ ഒന്ന് ബാലൻസ് ചെയ്യാം. കാരണം ഇറ്റ്സ് ആൻ ആൽക്കലൈൻ വെജിറ്റബിളാണ് ക്യുക്കുംബർ. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം കഴിക്കുക, അതിന് ശേഷം നമ്മൾ ക്യുക്കുംബർ കഴിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഹീറ്റ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈന്തപ്പഴം കഴിച്ച് ബ്രേക്ക് ദ ഫാസ്റ്റ്, വെള്ളം കുടിച്ചു, ഈന്തപ്പഴം കഴിച്ചു, അതിനുശേഷം ക്യുക്കുംബർ കഴിച്ചിട്ട് നമ്മളുടെ വയറിനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അല്ലാതെ ആദ്യമേ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വയറിലേക്ക് ലോഡ് ചെയ്ത്, ഒന്നാമത് നിങ്ങളുടെ വയറത് അക്സെപ്റ്റ് ചെയ്യില്ല, രണ്ടാമത് ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് വേണം നമ്മളുടെ വയറിലേക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ. ഇനി ഞാൻ കുവൈറ്റിലായിരുന്നു 10-14 വർഷം ഞാൻ കുവൈറ്റ് ജീവിതം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കുവൈറ്റികളുടെ കൂടെ എനിക്ക് ഫാസ്റ്റ് ചെയ്യാനും അതുകൂടാതെ ബ്രേക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഉള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ കൂടുതലും ഈന്തപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ലബാൻ എന്ന് പറയും. ലബാൻ എന്ന് പറഞ്ഞാൽ മോരും വെള്ളമാണ്, മോരും വെള്ളമല്ല മോരാണ് അവിടെ ഒരു കുപ്പിയിൽ കിട്ടുന്ന ലബാൻ എന്ന് പറയും. അത് ലബാൻ വിത്ത് മിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ മോരുണ്ട്, അങ്ങനെ പല ഫ്ലേവേഴ്സിലും അത് വരാറുണ്ട്. അപ്പോൾ അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത്, അറബ്സ് കൂടുതലും നോക്കുന്നത് ഈന്തപ്പഴം കഴിച്ചാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു മോര്. അതേസമയം നമ്മളുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇത്രയും ഹെൽത്തി ആയിട്ട് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതല്ല കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണയുടെ മണം നമുക്ക് അറിയാൻ സാധിക്കും. വെളിച്ചെണ്ണയല്ല, ഓയിലിൻ്റെ ഈ വറപൊരികളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് ഈ ഒരു വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും വരുന്നത്. അത് പല രീതിയിലുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് പലഹാരങ്ങൾ വെച്ച് നമ്മളെ കൊതിപ്പിക്കുന്ന രീതിയിലാണ് റംദാൻ കാലങ്ങളിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇതൊരു ശരിയായ രീതിയാണോ? നമ്മൾക്ക് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാസ്റ്റ് ആണ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു റംദാന് നിങ്ങളൊരു ഡിറ്റർമിനേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക. അതായത് ഞാൻ ഈ തവണ വറപൊരികളൊന്നും കഴിക്കില്ല, അതായത് ഓയിലി ഫ്രൈഡ് ഫുഡ്സ് ഒന്നും ഞാൻ ഈ തവണ കഴിക്കുന്നില്ല എന്ന് ഫുൾ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്യണം. കാരണം നിങ്ങളൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അമ്മമാരോ ആൻറ്റിമാരോ എല്ലാവരും കൊണ്ടുവന്ന് ഓരോ ഭക്ഷണങ്ങൾ നിരത്തി വെച്ചാൽ അറിയാതെ നിങ്ങളിത് കഴിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ തവണ നിങ്ങളുടെ ഫുൾ ഫാമിലി ആയിട്ട് ഇതൊരു പ്രതിജ്ഞ എടുക്കണം. ഈ പ്രാവശ്യം ഞങ്ങൾ വറപൊരികളൊന്നും കഴിക്കുന്നില്ല, ഞങ്ങൾ നല്ല ആഹാരങ്ങളാണ് ഈ തവണ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളിരിക്കയും ഈന്തപ്പഴവും അതുപോലെ തന്നെ മോരും വെള്ളം അല്ലെങ്കിൽ ഇളനീര് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ
ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തു. അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ വറപൊരികൾക്ക് പകരം, എനിക്കറിയാം ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്ന വറപൊരികളിലേക്കായിരിക്കും, അതിന് പകരം നമ്മൾ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വയറ് നന്നായിട്ട് തണുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വെള്ളാംശം നിങ്ങളുടെ ശരീരത്തിൽ, കാരണം ഈ ഒന്നാമത് മാർച്ച് മന്ത്, അതിൻ്റെ കൂടെ നിങ്ങൾ ഇത്രയും നേരം വെള്ളം കുടിക്കാതിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ വെള്ളവും നഷ്ടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് വീണ്ടും ഓയിലി ഫുഡും അതുപോലെ മൈദമാവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ മാത്രമല്ല, വയറിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ തവണ നിങ്ങൾ ഷുവറായിട്ടും പ്രതീക്ഷിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യം എണ്ണ പലഹാരത്തിന് പകരം ഫ്രൂട്ട് കട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് എല്ലാവരും, അതുപോലെ തന്നെ ചിയ പുഡിംഗ് എന്ന് പറയുമ്പോൾ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ച് തേങ്ങാപ്പാലിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് വീർത്ത് വരുന്ന ഈ പുഡിങ്ങിലേക്ക് നിങ്ങൾ നന്നായിട്ട് ഫ്രൂട്ട് കട്ട്സ് എല്ലാം ഇട്ട് അത് നല്ല ബ്ലെൻഡ് ചെയ്ത് ഹണിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു പുഡിങ് കഴിക്കാം. ഈ പുഡിങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു 1-2 മണിക്കൂറൊക്കെ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിരിയാണിയോ അതിൻ്റെ കൂടെ നിങ്ങൾ നല്ല വെജിറ്റബിൾ സാലഡ് ഒക്കെ കൂട്ടി നിങ്ങൾക്ക് ഒരു കാർബോഹൈഡ്രേറ്റ്സ് ഉറപ്പായിട്ടും കഴിക്കാം. പിന്നെ നിങ്ങൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഒന്നും കഴിക്കാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഒരു മെയിൻ കോഴ്സ് നിങ്ങൾ കഴിച്ചു. പിന്നെ നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത്? കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീനും ഫാറ്റുമാണ് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ, അതായത് അടുത്ത ദിവസം നിങ്ങൾ വലിയൊരു അവേഴ്സ് നിങ്ങൾ വീണ്ടും ഫാസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? മുട്ട, മത്സ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത്, അതുപോലെ തന്നെ പനീറിൻ്റെ ഐറ്റംസ്, അതുപോലെ തന്നെ അവക്കാഡോയുടെ ഷേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം. അല്ലെങ്കിൽ ഈ എഗ് സാലഡ്, എഗ് വൈറ്റും അല്ലെങ്കിൽ ഓംലെറ്റായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഫിഷ് നന്നായിട്ട് വേവിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇലയിൽ വെച്ചിട്ടൊക്കെ പൊതിഞ്ഞിട്ട് കിട്ടുന്ന അതുപോലെ ഫിഷ് ഇത് ചെയ്യാം. അതിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡും കൂടെ കൂട്ടിയിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ കുബൂസോ പൊറോട്ടയോ പത്തിരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് പ്രോട്ടീനാണ്. പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഇത് കാണുന്ന ഡയബറ്റിക് ആയിട്ടുള്ള മുസ്ലിം ആൾക്കാർ, റംദാൻ ഫാസ്റ്റ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും പ്രോട്ടീനും ഫാറ്റും രാത്രി കഴിക്കുക. കാരണം നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ് രാത്രി കഴിച്ചാലുള്ള ഒരു ഗുണം. അപ്പോൾ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് രാത്രി കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ പെട്ടെന്ന് പിറ്റേ ദിവസം ഫാസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഡൈജസ്റ്റ് ആവുകയും പെട്ടെന്ന് നിങ്ങൾക്ക് ലോ ഷുഗർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ മത്സ്യവും മുട്ടയും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, അത് നന്നായിട്ട് ബേക്ക് ചെയ്ത്, ചിക്കൻ ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്ത് നല്ലപോലെ അതിൻ്റെ ഉള്ളിലേക്ക് പെപ്പറും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ വെച്ചിട്ട് അധികം ചില്ലി പൗഡറൊന്നും ഉപയോഗിക്കാതെ പുഴുങ്ങിയ രീതിയിൽ ഉള്ള ചിക്കനോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ ചെയ്ത ചിക്കൻ കറിയോ അത് മാത്രം കഴിക്കുക. അത് മാത്രം കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ആദ്യം നമ്മൾ ലൈറ്റായിട്ട് ബ്രേക്ക് ചെയ്ത് ഫാസ്റ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സിലേക്ക് പോയി പ്രോട്ടീനിലേക്ക് പോയി നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പാടുള്ള സാധനങ്ങൾ കഴിച്ച് പിന്നെ നമ്മുടെ ഗ്രാഫ് വീണ്ടും റെഡ്യൂസ് ചെയ്ത് ഒരു രാവിലെ 3:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നുകൂടി ലാസ്റ്റ് കഴിക്കാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. ആ സമയത്ത് നിങ്ങൾ കൂടുതലും വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾ സാലഡോ ഫ്രൂട്ട് സാലഡോ ചിയ പുഡിങ്ങോ വീണ്ടും നിങ്ങളിത് കഴിച്ച് നിങ്ങൾ വീണ്ടും ആ ഒരു ഫാസ്റ്റിലേക്ക് പ്രിപ്പയർ ആവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഡയബറ്റിക് ആയിട്ടുള്ളവർ കുറച്ചും കൂടി ഷുഗർ ഇത് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഠായി, അതുപോലെ തന്നെ സ്വീറ്റ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ നല്ല ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഈന്തപ്പഴം, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെ ഈ 3:30-4 മണി രാവിലെ ആ സമയങ്ങളിൽ കഴിക്കുക. അല്ലെങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ പുഴുങ്ങിയ മുട്ട, താറാവ് മുട്ട കഴിക്കുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു
കുറച്ച് ഒരു ഉച്ച വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് അത് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുക. ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചാലും നിങ്ങൾക്ക് പലരും പറയും അയ്യോ ഒരു ഏത്തപ്പഴം കൊണ്ടൊക്കെ എന്തെങ്കിലും ആവോ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു 10 ദോശ കഴിക്കുന്നതിന് തുല്യമാണ് ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നത്. അതും ശരിക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർ അഗെയിൻ ഭയങ്കര പഴുത്ത ഏത്തപ്പഴം നോക്കാതെ ഇളം പച്ചയായിട്ടുള്ള ഒരു ഏത്തക്കായ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേ ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് രാവിലെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഫാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഏത്തപ്പഴം അല്ലെങ്കിൽ ഏത്തക്കായ വേവിച്ചതാണ്. അത് വേവിച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മുട്ട, ഈ 2 എണ്ണമാണ്. അല്ലെങ്കിൽ എഗ് വൈറ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു 2 or 3 എഗ് വൈറ്റും ഒരു മുട്ടയുടെ യെല്ലോയും കൂടി ചേർത്തിട്ടുള്ള എഗ് ഓംലെറ്റോ അല്ലെങ്കിൽ എഗ് ഫ്രട്ടാട്ട എന്ന് പറഞ്ഞിട്ട് നിറയെ വെജിറ്റബിൾസ് ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വലിയൊരു ഓംലെറ്റ് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നല്ല രീതിയിലുള്ളൊരു ഫാസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന. മാത്രമല്ല നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു ഗട്ട് പ്രോബ്ലം, അതായത് വയറ് സംബന്ധമായിട്ടുള്ള ഒരസുഖങ്ങൾ വരിക മാത്രമല്ല, ഈ വെജിറ്റബിൾ സാലഡ്സും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നുണ്ട് നിങ്ങളുടെ സ്കിൻ നന്നാവും. അതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ കൂടുതലും ഈ ഇളനീര് കുടിക്കുക, അതുപോലെ തന്നെ ക്യുക്കുംബർ നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ വാട്ടർ ഒരു ഹൈഡ്രേഷൻ കൊടുക്കുക നിങ്ങളുടെ ശരീരത്തിന്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഡീഹൈഡ്രേറ്റഡ് ആവില്ല. കൂടാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിലൊരു ഇതൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയണം, ഒരു ടവല്, അത് നന്നായിട്ട് വെറ്റായിട്ടുള്ളൊരു ടവൽ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോഴൊക്കെ ഈ നനഞ്ഞ തുണി വെച്ച് നിങ്ങളുടെ മുഖം ഒന്ന് തുടയ്ക്കുക. അതുപോലെ തന്നെ തലയും അതുപോലെ തന്നെ കൈയും ഒന്ന് തുടച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ദാഹിക്കുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മാനസികമായിട്ടും, ഇപ്പോൾ ഈ ഫ്രൈഡ് ആയിട്ടും ഓയിലി ആയിട്ടും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് അത്ര രസം തോന്നില്ല. അതുകൂടാതെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര ഗ്യാസും അതുപോലെ തന്നെ ദേഷ്യവും ഒക്കെ വരും. അപ്പോൾ അതിന് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഫുഡ്, ആക്ച്വലി അതെന്ന് പറയുന്ന ഇമോഷൻസുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആണ്. കാരണം ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് പറയുന്നത്. നല്ല ഫുഡ് കൊടുത്താൽ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാവും. അപ്പോൾ നമ്മൾ ചീത്ത ഫുഡാണ് കഴിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇമോഷൻസിനെ കൂടി ബാധിക്കും. അപ്പോൾ ഈ റംദാൻ എല്ലാവരും നല്ല ഫുഡ് കഴിച്ച് ഈ എണ്ണ പലഹാരങ്ങളോട് ടാറ്റ ബൈ ബൈ പറയുക. അതുപോലെ തന്നെ ഈ ചൂടിൽ നിന്ന് നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആവാനുള്ള പോംവഴികൾ, അതുപോലെ തന്നെ കുളിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്കറിയില്ല, അത് റൂളിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക. അതിനകത്ത് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പുറത്ത് പോകുന്നവരാണെങ്കിൽ, അകത്തിരിക്കുന്നവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി ഈ റംദാൻ നന്നായിട്ട് തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.